കാഞ്ഞിരപ്പുഴ ഡാം തുറന്നിരിക്കുന്നു. 3 ഷട്ടറുകൾ 5 സെന്റിമീറ്റർ വീതം ഉയർത്തിയിട്ടുണ്ട്. 97.5 മീറ്ററാണ് അവിടുത്തെ ഡാമിന്റെ സംഭരണശേഷി. ഇന്നലെ ജലനിരപ്പ് 93.25 മീറ്ററിൽ എത്തിയപ്പോഴാണ് ഈ ഡാം ഷട്ടർ തുറക്കേണ്ട സാഹചര്യം ഉണ്ടായത്. ആ തുറന്നതിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. ശ്രീകുമാരൻ പാലക്കാട് നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. ശ്രീത്ത്, ഷട്ടറുകൾ തുറന്നിട്ടുണ്ട് കാഞ്ഞിരപ്പുഴ ഡാമിന്റെ. അവിടുത്തെ തീരദേശ മേഖലയിലുള്ളവർക്ക്, ഇതിന്റെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ടോ? എന്താണ് അവിടുത്തെ നിലവിലെ അവസ്ഥ? ഈ വൃഷ്ടി പ്രദേശത്ത് മഴയുള്ളതുകൊണ്ടാണോ ഇങ്ങനൊരു മുൻകരുതൽ എന്ന നിലയിൽ ഷട്ടറുകൾ തുറന്നത്? ശ്രീ തൽപ്പ സമയത്തിനകം വിശദാംശങ്ങളുമായി ചേരും. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ സമൃദ്ധമായ ജലസംഭരണിയാണ് അവിടെ. ഡാമിന്റെ വൃഷ്ടി പ്രദേശത്ത് മഴ ശക്തമായി തന്നെ ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് പാലക്കാട് പലയിടങ്ങളിലും മഴയുണ്ടെന്ന കാര്യം നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ ഡാമിന്റെ വൃഷ്ടി പ്രദേശത്ത് ശക്തമായ മഴ തുടർച്ചയായി പെയ്യുന്നതുകൊണ്ടാണ് ഈ ജലസംഭരണിയിലേക്ക് കൂടുതൽ വെള്ളം എത്തുന്നത്. അതുകൊണ്ടാണ് ജലനിരപ്പ് കഴിഞ്ഞ ദിവസം 93.25 മീറ്റർ എന്ന നിലയിലേക്ക് എത്തുകയും ചെയ്തത്. ഇപ്പോൾ നിലവിൽ 68% ജലം ഈ ഡാമിലുണ്ട് എന്നതാണ് കണക്ക്. അപ്പോൾ അത് ജലം ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഷട്ടറുകൾ ഈ രീതിയിൽ ഉയർത്തേണ്ടിയും വന്നത്. ശ്രീത്ത് അതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകും. ശ്രീത്ത്, നമുക്ക് പാലക്കാട് ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ്. പക്ഷേ അങ്ങനെയല്ല, ഈ ഡാമിന്റെ വൃഷ്ടി പ്രദേശത്ത് തുടർച്ചയായി കാട്ടിലൊക്കെ ശക്തമായ മഴയുണ്ട് എന്നതുകൊണ്ടാണോ ഇങ്ങനെ ഒരു മുൻകരുതൽ സ്വീകരിച്ചിരിക്കുന്നത്? അതേ സെന്റിമീറ്റർ വീതമാണ് ഉച്ചയോടുകൂടി ഉയർത്തിയിരിക്കുന്നത്. സംഭരണശേഷി 97.5 മീറ്റർ. ഇന്നലെ അത് 93.25 മീറ്റർ എന്ന തരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പരമാവധി സംഭരണ ശേഷിയോട് അടുക്കാറാകുന്നതേ ഉള്ളൂ. പക്ഷേ നിലവിൽ വൃഷ്ടിപ്രദേശത്ത് മഴ തുടരുന്നുണ്ട്. അതിന് ജലക്രമീകരണത്തിന് വേണ്ടിയാണ് ഇപ്പോൾ കാഞ്ഞിരപ്പുഴ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്. മെയ് മാസത്തിൽ പക്ഷേ ആദ്യമായാണ് ഇങ്ങനെ തുറക്കുന്നത്. കുറച്ച് വർഷങ്ങളായി അത്തരത്തിൽ തുറക്കുന്നില്ല. നിലവിൽ 68% ജലം ഈ കാഞ്ഞിരപ്പുഴ ഡാമിൽ ഉണ്ട് എന്നാണ്. പ്രജൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാലക്കാട് ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ മഴ താൽക്കാലികമായി മാറി നിൽക്കുകയാണ്. പക്ഷേ ആകാശം ഇപ്പോഴും മേഘാവൃതമാണ്. അത് മലമ്പുഴ ആയിക്കോട്ടെ, മണ്ണാർക്കാട് ആയിക്കോട്ടെ, എല്ലാ മേഖലകളിലും, അട്ടപ്പാടി ആയിക്കോട്ടെ, അവിടെയൊക്കെ ആകെ മേഘാവൃതമാണ്. പക്ഷെ മഴ മാറി നിൽക്കുന്നുണ്ട്. മലമ്പുഴ ഡാമിലും അത്ര അപകടകരമായ രീതിയിൽ ജലം ഉയർന്നിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തായാലും നിലവിൽ കാഞ്ഞിരപ്പുഴ ഡാമിന്റെ 3 ഷട്ടറുകൾ 5 മാത്രമാണ് ഉയർത്തിയിട്ടുള്ളത്. ശ്രീകുമാറിനാണ് പാലക്കാട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.